ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്റൽ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ജോമെട്രിയുടെ 16ാമത്തെ ക്ലാസ്സാണ് ഏകലവ്യ ബാച്ചിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ജോമെട്രി നിങ്ങൾക്ക് 0 ലെവൽ മുതൽ ഹീറോ ലെവൽ വരെ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് പോകാം. ഇത് നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാ തരത്തിലുള്ള കണ്ടന്റും നിങ്ങളുടെ SSC എക്സാമുകൾക്ക് വേണ്ടിയുള്ള മാത്സിൻ്റെയും അതുപോലെ ഇംഗ്ലീഷിൻ്റെയും ഇംഗ്ലീഷ് സ്പെഷ്യൽ കണ്ടന്റ് നമ്മുടെ മെമ്പേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ ചാനലിൽ എല്ലാ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മാത്സിൻ്റെ എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. പ്ലേലിസ്റ്റിൽ നിന്നുള്ള കംപ്ലീറ്റ് വീഡിയോസും കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 36ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ട്രയാങ്കിളിൻ്റെ 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു ക്വസ്റ്റ്യൻസ്. ഇനി എന്ത് ചെയ്യാം, പഠിച്ച കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി ട്രയാങ്കിൾ ABC, ദ സൈഡ്സ് AB ആൻഡ് AC BC എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ 16, 63, 65 കാണുമ്പോൾ തന്നെ എന്തായിരിക്കണം, ട്രിപ്ലറ്റ് ആണ്. ട്രിപ്ലറ്റ് എന്ന് വെച്ചാൽ 16ന്റെ സ്ക്വയർ 63ന്റെ സ്ക്വയർ, 6ന്റെ സ്ക്വയർ 36 6, 3ന്റെ സ്ക്വയർ 9 9, 9 15, 5 യൂണിറ്റ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. 65ന്റെ സ്ക്വയർ ഈക്വൽ ടു 16ന്റെ സ്ക്വയർ പ്ലസ് 63ന്റെ സ്ക്വയർ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ 16, 63, 65 ട്രിപ്ലറ്റ് ആണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. ഫ്രം എന്ന് പറഞ്ഞാൽ എന്താവും, കാൽക്കുലേഷൻ കൂടുതലാവും. ഫ്രം എ സ്ട്രേറ്റ് ലൈൻ AM ഈസ് ഡ്രോൺ അപ്പ് ടു ദ മിഡ് പോയിന്റ് M ഓഫ് സൈഡ് BC. ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ആദ്യത്തെ ക്ലാസ് മുതൽ ഇടയ്ക്കുന്ന ഒന്ന് ക്ലാസ് കാണരുത്. ആദ്യത്തെ തൊട്ട് മുന്നത്തെ ക്ലാസ്സുകൾ കാണാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, പുതിയ ക്ലാസ് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ABC കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഫ്രം എ സ്ട്രേറ്റ് ലൈൻ AM ഈസ് ഡ്രോൺ അപ്പ് ടു ദ മിഡ് പോയിന്റ് ഓഫ് M ഓഫ് സൈഡ് BC. അപ്പോൾ ഇവിടെ മിഡ് പോയിന്റിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ മിഡ് പോയിന്റ് വരയ്ക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ സർക്കം സെൻറ്റർ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ സർക്കം സെൻറ്റർ ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ്. ഈ ലെങ്തും ഈ ലെങ്ത്, ഇത് D ആണെങ്കിൽ ഈ ലെങ്തും ഈക്വൽ ആയിരിക്കും. അപ്പോൾ മിഡ് പോയിന്റ് M എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ദ ലെങ്ത് ഓഫ് AMൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഹൈപ്പോട്ടന്യൂസിൻ്റെ പകുതിയായിരിക്കും. AM എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മുടെ 90 ഡിഗ്രിയിൽ നിന്നും വരയ്ക്കുന്ന മിഡ് പോയിന്റ് അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ സർക്കം റേഡിയസ് ആയിരിക്കും. ആ സർക്കം റേഡിയസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പോട്ടന്യൂസിൻ്റെ പകുതിയായിരിക്കും. ഇതെല്ലാം പഠിച്ചാണ്. AM എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, നമ്മുടെ 65/2, അതായത് 32.5. ഓപ്ഷൻ A നമുക്ക് ആൻസർ കൊടുക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നല്ല ഒരു ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. മുന്നേ പഠിച്ച കൺസെപ്റ്റുകളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. G is the centroid of the triangle ABC where AB, BC, CA are 7 cm, 24 cm, 25. 7, 24, 25 കാണുമ്പോൾ തന്നെ ഇത് ട്രിപ്ലറ്റ് ആണ്. അതിൻ്റെ അർത്ഥം ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ G എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ സെൻട്രോയിഡ് എന്ന് പറയുന്നു. ഇതിപ്പോൾ Aയും ഇത് Bയും ഇത് Cയും ആണെങ്കിൽ ഇവിടെ ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് സൈഡുകൾ തന്നിട്ടുണ്ട്. AB 7, BC 24, ഇത് 25. ദെൻ BGയുടെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ G സെൻട്രോയിഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടുന്ന് ഒരു മിഡ് പോയിന്റ് അല്ലെങ്കിൽ ഒരു മീഡിയൻ വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മീഡിയൻ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഒരു ഹൈപ്പോട്ടന്യൂസിന്റെ പകുതിയായിരിക്കും. ഇത് 25/2, 25/2, ഇത് എത്രയാണ്, 25/2 ആണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് സെൻട്രോയിഡ് ഉള്ളത്. സെൻട്രോയിഡ് ആ ഒരു മീഡിയനിലാണുള്ളത്. അപ്പോൾ സെൻട്രോയിഡ് എന്ത് ചെയ്യും, നമ്മളുടെ ആ ഒരു മീഡിയനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചത് 3:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. പഠിച്ച ക്വസ്റ്റൻസ് നമ്മൾ ചെയ്യുവാണ്. 3:2, 3:1, 3:2 2:1 സോറി 2:1 ഡിവൈഡ് ചെയ്യും. മീഡിയൻ നമ്മുടെ സെൻട്രോയിഡ് മീഡിയനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്, 2:1 റേഷ്യോയിലാണ്. ഇത് വെർട്ടെക്സിൽ നിന്ന് ഇവിടെ വരെ 2 ആണെങ്കിൽ സൈഡിലോട്ട് എത്ര ആയിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 2 3ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. 25/2 എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റിന് ചോദിച്ചാൽ BG എന്ന് പറഞ്ഞാൽ B മുതൽ G വരെ 2ന്റെ വാല്യൂ ആണ് വേണ്ടത്. 2 വെട്ടിപ്പോയി. 25/3, 8 1/3 സെന്റിമീറ്റർ. ഓപ്ഷൻ B നമുക്ക് ആൻസർ കൊടുക്കാം. ഇത് 8 1/3 ആണ് കേട്ടോ. 8 1/3. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ കൺസെപ്റ്റ് പഠിച്ചത്, ഒന്ന് പഠിച്ചത് നമ്മൾ 90 ഡിഗ്രിയിൽ നിന്ന് വരയ്ക്കുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 90 ഡിഗ്രിയിൽ നിന്ന് വരയ്ക്കുന്ന മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഹൈപ്പോട്ടന്യൂസിന്റെ പകുതിയിൽ മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, സെൻട്രോയിഡ് നമ്മുടെ സർക്കം സെന്ററിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു മീഡിയൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പോട്ടന്യൂസിന്റെ പകുതിയായിരിക്കും. അപ്പോൾ ആ ഒരു മീഡിയൻ ലെങ്ത് BD ആണെങ്കിൽ BDയുടെ ലെങ്ത് 25/2 ആണ്. അപ്പോൾ ആ ഒരു മീഡിയനെ നമ്മുടെ സെൻട്രോയിഡ് 2:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇവിടെ വരെ 2 യൂണിറ്റ് ആണെങ്കിൽ സെൻട്രോയിഡിൽ നിന്നും നമ്മുടെ സൈഡ് വരെ 1 യൂണിറ്റ് ആണ്. അങ്ങനെ 2 ടോട്ടൽ 3 യൂണിറ്റിന്റെ വാല്യൂ ആണ്. 25/2 എങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 2 യൂണിറ്റിന്റെ വാല്യൂ ആണ്. 25/3 8 1/3 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ ABC, ABയുടെ വാല്യൂ, BCയുടെ വാല്യൂ, ACയുടെ വാല്യൂ. ഇതും എന്താണ്, 48 55 73. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ട്രിപ്ലറ്റ് ആണ്. 16 63 65 ഇതൊക്കെ കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ എന്താണ്, ഒരുപാട് സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. 48 55 73 ഇതും അത് തന്നെയാണ്. 8ന്റെ സ്ക്വയർ 64, 5ന്റെ സ്ക്വയർ 5 യൂണിറ്റ്, 4 5 9, 3ന്റെ സ്ക്വയർ 9 യൂണിറ്റ് എന്ത് ചെയ്തു,
മാച്ച് ചെയ്തു. അപ്പോൾ ഇത് എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലാക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ്, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പല പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള എന്താണ്, എ ബി സിയിൽ എ ബി ബി സി എ സി. അപ്പോൾ എ ബി സി തന്നിട്ടുണ്ട്. എ ബി 48, ബി സി 55, എ സി 73. ഒ ഇസ് സെൻറ്റർ ഓഫ് ട്രയാങ്കിൾ. ദെൻ ദ ലെങ്ത് ഓഫ് ബി ഒ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ബി ഒ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ബി ഒ ആണ് വേണ്ടത്. ഞാനിപ്പോൾ ഡി എന്ന് പറയുന്ന ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, മീഡിയൻ ആയിരിക്കും. മീഡിയനിലാണ് സെൻട്രോയിഡ് ഉള്ളത്. ഇത് ഒ എന്ന് പറയുന്നു. അപ്പോൾ ബി ഒയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ബി ഡിയുടെ ലെങ്ത് എത്ര ആയിരിക്കും, മീഡിയൻ. ഇപ്പോൾ 90 ഡിഗ്രി എന്ന് വരയ്ക്കുന്ന ഈ ഒരു മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഹൈപ്പോട്ടനസിന്റെ പകുതിയിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ഇതും എന്തായിരിക്കും, നമ്മുടെ സർക്കം റേഡിയസ് ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ്. ബി ഡിയുടെ വാല്യൂ 73/2 ആണ്. അപ്പോൾ നമുക്ക് വന്ന ബി ഒ, ഇത് ബി ഡി ആണ്. ഞാൻ ഡി മാറ്റിയിട്ട് അവിടെ എം എന്നങ്ങനെ കൊടുക്കാം. നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഈ പോയിന്റിന് ഞാൻ എം എന്ന് കൊടുക്കുകയാണ്. ബി എം 73/2 ആണ്. ഇപ്പോൾ ബി ഒ എന്ന് പറഞ്ഞാൽ എന്താണ്, 73/2 ആണ് ടോട്ടൽ. ഇത് എന്ത് ചെയ്യും, 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ടോട്ടൽ 3യുടെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 73/2. നമുക്ക് 2ന്റെ വാല്യൂ ആണ്. 2 വെട്ടിപ്പോയി. 73/3. അപ്പോൾ 72/3 24 ആണ്. ഇപ്പോൾ 24 1/3 എന്ന് പറഞ്ഞാൽ 24.33 സംതിങ് ആൻസർ കിട്ടും. അപ്പോൾ സെയിം കൺസെപ്റ്റിൽ വന്ന അതേ ക്വസ്റ്റ്യൻ. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. In a triangle ABC, AD is the median and BD equal to AD, then find the angle ACB if angle BAD 50 ആണെങ്കിൽ. ഇവിടെ ഒരു ട്രയാങ്കിൾ പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ട്രയാങ്കിൾ ABC ഇവർ പറയുന്നു AD എന്ന് പറഞ്ഞാൽ എന്താണ്, മീഡിയൻ ആണ്. AD നമ്മുടെ മീഡിയൻ ആണ്, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് BDയും ADയും ഈക്വൽ ആണ്. BDയും ADയും ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇങ്ങനെ ഈക്വൽ ആവണമെങ്കിൽ ഏത് കേസിലേ പറ്റത്തുള്ളൂ, നമ്മളുടെ മീഡിയനും ആ ഒരു വരയ്ക്കുന്ന ലൈനും, മീഡിയന്റെ ലെങ്തും അതേപോലെ നമ്മൾ ആ ഒരു ലൈനിനെ, അതായത് ആ ഒരു ലൈനിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, മീഡിയൻ ലെങ്തും ഈ ലെങ്തും ഈക്വൽ ആണെങ്കിൽ ഇത് ഈക്വൽ ആണ്. ഇങ്ങനെ വരുന്ന കേസ് ഏതാണ്, നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. BAD 50 ആണെങ്കിൽ BAD ഇത് 50 ആണെങ്കിൽ ബാക്കി ACB ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 50 ആയിക്കോട്ടെ. 50 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും, 40 ആയിരിക്കും. കാര്യം ടോട്ടൽ 90 ഡിഗ്രി വരണം. 90 ഡിഗ്രി വന്നാലേ ഈ പ്രോപ്പർട്ടി ഉള്ളൂ. ഏത് പ്രോപ്പർട്ടി, 90 ഡിഗ്രി സൈഡിൽ നിന്നും, അതായത് വെർട്ടെക്സിൽ നിന്നും വരയ്ക്കുന്ന ലൈൻ അല്ല മീഡിയൻ എന്താണ്, മീഡിയന്റെ ലെങ്തും ഈ ഒരു ഹൈപ്പോട്ടനസിന്റെ പകുതി എന്തായിരിക്കും, എല്ലാം ഈക്വൽ ആയിരിക്കും. ഇതും ഈക്വൽ ആയിരിക്കും. അതേ കേസാണ് ഇവിടെ പറയുന്നത്. ഇത് 50 ആണെങ്കിൽ ബാക്കി ഇത് 40 ആയിരിക്കും. ഈ ലൈനും ADയും CDയും ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇത് 40 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും, 40 ആയിരിക്കും. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ കൊടുക്കാം. ഇമ്പോർട്ടന്റ് കൺസെപ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോന്നായിട്ട് പഠിക്കുന്നത്. അടുത്ത ഈ ക്വസ്റ്റ്യൻ ഇതൊന്ന് ചെയ്തിട്ട് പറയാൻ പറ്റുമോ നോക്കേ. Yes. G is the centroid of triangle ABC such that AG BG equal ആണ്. ഫൈൻഡ് ആംഗിൾ BGC. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളിനകത്ത് ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിനകത്ത് ഇവിടെ പറയുന്നത് എന്താ, ഇവർ പറയുന്നത് ABC ട്രയാങ്കിളിൽ G എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് ആണ്. അപ്പോൾ AGയും BCയും ഈക്വൽ ആണ്. ഓക്കെ, AGയും BC ഈക്വൽ ആണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ G എന്താണ്, സെൻട്രോയിഡ് ആണ്. ഇത് മീഡിയൻ ആണെന്ന് വെച്ചാൽ ഇതും മീഡിയൻ ആണ്. 3 മീഡിയനോടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് പറയുന്നത് BCയും ഈ ഒരു ലെങ്തും A മുതൽ G വരെ. ഓക്കെ, ഞാൻ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുവാണ്. സ്ട്രേറ്റ് ലൈൻ മീഡിയൻ ആണ്. രണ്ട് മീഡിയൻ ആണ്. അത് ഈക്വൽ ആയിട്ട് AD എന്ന് പറയുന്നതാണ് മീഡിയൻ ആണ്. AG എന്ന് പറയുന്ന ലെങ്ത്, ഈ ലെങ്ത് BC എന്ന് പറയുന്ന ലെങ്ത് ഈക്വൽ ആണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു BC ടോട്ടൽ ലെങ്ത് ഇതിന് ഈക്വൽ ആണെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് ഇതൊരു യൂണിറ്റ് ആണെങ്കിൽ A മുതൽ G വരെ 2 യൂണിറ്റ് ആണ്. ഇതിന് 2 ആണ്, ഇതിന് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BGC ആണ് പറയുന്നത്. BGC ഈ ഒരു ആംഗിളാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് AGയും BC എത്രയാണ്, 2 യൂണിറ്റ് എന്ന് പറയാം. 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് 2 യൂണിറ്റ് ആണെങ്കിൽ AG 2 യൂണിറ്റ് ആണെങ്കിൽ, A മുതൽ G വരെ 2 യൂണിറ്റ് ആണെങ്കിൽ G മുതൽ D വരെ GD എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് ആയിരിക്കും, 1 യൂണിറ്റ് ആയിരിക്കും. ഇത് 2 ആണെങ്കിൽ ഇത് 1 ആണ്. 2:1 ആയിരിക്കും റേഷ്യോ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ച സെൻട്രോയിഡ് മീഡിയനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ. വെർട്ടെക്സിൽ നിന്ന് 2 യൂണിറ്റ് ആണെങ്കിൽ സൈഡിലോട്ട് 1 യൂണിറ്റ്. അപ്പൊ ഇത് 2 ആണെങ്കിൽ ഇത് എത്ര വരും, 1 വരും. അതിന്റെ അർത്ഥം എന്താണ്, ഇവിടെ ഈ ഒരു BGC ട്രയാങ്കിളിൽ മീഡിയം വരയ്ക്കുമ്പോൾ മീഡിയനും
മീഡിയൻ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ലൈൻസും മീഡിയൻ്റെ ലെങ്ത് ഈക്വൽ ആവുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ 90 ഡിഗ്രി വന്നേ പറ്റൂ. അതായത് ആംഗിൾ ബി ജി സി എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ട്രയാങ്കിൾ നമ്മുടെ 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് ട്രയാങ്കിൾ എ ബി സി സൈഡ് എ ബിയും എ സിയും ആർ ഈക്വൽ ടു 8 സെന്റിമീറ്റർ, ബി സി ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ഇഫ് എ ഡി മീഡിയൻ ആണെങ്കിൽ എ ഡിയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ട്രയാങ്കിൾ എ ബി സി ആണ്. എ ബി സി ട്രയാങ്കിളിൽ ഇത് 8 നമുക്ക് എന്താണ് ഈക്വൽ ടു 8. ബി സി എത്രയാണ്? 4 ആണെങ്കിൽ എ ഡി മീഡിയൻ ആണ്. എ ഡി മീഡിയൻ ആണെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് മീഡിയൻ? ഇവിടെ നമ്മുടെ റൈറ്റ് ആംഗിൾ നമ്മുടെ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിളിലെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 90 ഡിഗ്രിയിൽ ഡിവൈഡ് ചെയ്യും. അതായത് 90 ആൾട്ടിറ്റ്യൂഡും മീഡിയനും സെയിം തന്നെ. ഇത് 90 വന്നു, ഇത് 2 വന്നു, ഇത് 8 ആണ്. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഹൈറ്റിന്റെ വാല്യൂ നമുക്ക് എന്താ? എ ഡിയുടെ വാല്യൂ വേണ്ടത്, ഹൈറ്റിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ 8 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. രണ്ടിലും എന്തുണ്ട്? ഇവിടെ 8 എന്ന് പറഞ്ഞാൽ 2 ഗുണം 4 ആണ്. ഇത് 2 ഗുണം 1 ആണ്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് കാണും? 2 കാണും. ബാക്കിയുള്ളതിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് 4ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ റൂട്ട് 15. 2 റൂട്ട് 15 റിസൾട്ട് ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊന്നും ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്തു. ഓക്കെ, യെസ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ട്രയാങ്കിൾ എ ബി സിയിൽ 3 സൈഡ്സ് ആർ 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ ആൻഡ് 5 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് മീഡിയൻ ഓപ്പോസിറ്റ് ടു സ്മോളസ്റ്റ് ആംഗിൾ. ഇപ്പോൾ ഇവിടെ നോക്കേ, ഇവിടെ ഒരു ട്രയാങ്കിൾ എ ബി സിയിൽ 3 സൈഡ് ഉണ്ട്. 3 സൈഡ്സ് ആർ എ ബി സിയിൽ 3 സൈഡ് ഉണ്ട്. 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ ആൻഡ് 5 സെന്റിമീറ്റർ. 3 4 5 ആണെന്ന്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ മീഡിയം. ഓക്കെ, 3 4 5 എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 3 4 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി ഉള്ള ട്രിപ്ലറ്റ് ആണ്. 3 4 5 എന്ന് വെച്ചാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡാണ്. 3 4 5. ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ മീഡിയൻ ഓപ്പോസിറ്റ് ടു സ്മോളസ്റ്റ് ആംഗിൾ. ഇപ്പോൾ സ്മോളസ്റ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള, ഇപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ട് ഏതുമാണ് സ്മോളസ്റ്റ് ആംഗിൾ. ഇപ്പോൾ സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആയിരിക്കും സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചാണ്. ഇപ്പോൾ ലെങ്ത് ഓഫ് ദ മീഡിയൻ, ഇപ്പോൾ ലെങ്ത് ഓഫ് ദ മീഡിയൻ ആണ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും ഓപ്പോസിറ്റ് സ്മോളസ്റ്റ് ആംഗിൾ. ഇപ്പോൾ സ്മോളസ്റ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള മീഡിയൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് എ ബി സി ആണെങ്കിൽ അപ്ലോണിയസ് തിയറം പഠിച്ചിട്ടുണ്ട്. അതായത് സി ഡി, ഇത് സി ഡി ആണെന്ന് വെച്ചോ. ഇപ്പോൾ സി ഡിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ 3/2, ഇവിടെ 3/2. അപ്പോൾ 3/2ന്റെ സ്ക്വയർ പ്ലസ് 3/2ന്റെ സ്ക്വയർ പ്ലസ് നമ്മുടെ 4ന്റെ സ്ക്വയർ. നമുക്ക് എന്ത് കിട്ടും? 3/2ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മീഡിയൻ്റെ സ്ക്വയർ ആ ഒരു വഴി ചെയ്യണോ? യെസ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. 90 ഡിഗ്രി ആയതുകൊണ്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോണിയസ് തിയറം ചെയ്യാം. അപ്പം സി ഡി സ്ക്വയർ പ്ലസ് നമ്മുടെ ബി സി ബൈ 2 സ്ക്വയർ 9/4 ഈക്വൽ ടു 2 ഇൻറ്റു 5ന്റെ സ്ക്വയറും 4ന്റെ സ്ക്വയറും. 5ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 29 വരും അല്ലേ? 29. 5ന്റെ സ്ക്വയർ. ഓക്കെ, 5ന്റെ സ്ക്വയർ 25, 41 വരും. 25ഉം 16 41 വരും. അപ്പോൾ സി ഡി സ്ക്വയർ ഈക്വൽ ടു 82 മൈനസ് 9/4 എന്ന് വരും. ഓക്കെ, നമുക്ക് എന്ത് വന്നു? യെസ്, 82 ഇൻറ്റു 4 328 മൈനസ് 9 319 വരുന്നത്. കാൽക്കുലേഷൻ എന്തിട്ടോ? 320 328 മൈനസ് 9 319/4 വന്നു. റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കാൽക്കുലേഷൻ എവിടെയോ തെറ്റിയിട്ടുണ്ട്. ഡയറക്റ്റ് ഈ ഫോമുല വെച്ച് തന്നെ ചെയ്യാം. ഇവിടെ നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഈ ഫോമുല വെച്ച് ചെയ്യാം. സി ഡി സ്ക്വയറിൻ്റെ വാല്യൂ, സി ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3/2ന്റെ സ്ക്വയർ, ഏതെങ്കിലും ഒന്നിൻ്റെ സ്ക്വയർ പ്ലസ് നമ്മൾ എന്താണ്
തൊട്ടടുത്തുള്ള ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ, അത് മതി. ഓക്കെ, ഇവിടെ വേറൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സിമ്പിളാണ്. ഇവിടെ അപ്ലോൺ സീറോ അപ്ലൈ ചെയ്യണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ അല്ലേ ഇവിടെ വന്നത്. ഇത് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഈ ഒരു പോർഷൻ 3/2 ആണ്, ഈ ഒരു പോർഷൻ 4 ആണ്. ഇപ്പോൾ ഇത് CD സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ നമ്മുടെ പൈതഗോറസ് തിയറം സിമ്പിൾ. അപ്ലോൺ സീറോ ഒന്നും വേണ്ട. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. ഒരു മീഡിയൻ ആയാലും കുഴപ്പമില്ല. മീഡിയൻ ആയതുകൊണ്ട് നമുക്ക് 3/2 കിട്ടി. അപ്പോൾ CD സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3/2ൻ്റെ സ്ക്വയർ, അതായത് ഇതിൻ്റെ സ്ക്വയറും ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഈ ഒരു പോർഷൻ നോക്കിയാൽ മതി. ഈ ഒരു ട്രയാങ്കിൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ 3/2ൻ്റെ സ്ക്വയറും ബാക്കി 4ൻ്റെ സ്ക്വയറും നമുക്ക് എന്ത് കിട്ടും? 9/4 + 16 73/4 കിട്ടും. ഇപ്പോൾ CD എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് എടുക്കുക. റൂട്ട് 73/2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒന്നുമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യുക. പഠിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. 300-400 വ്യൂസ് ആണ് നമ്മളുടെ ഈ ഒരു ഏകലവ്യ ബാച്ചിലെ ഇത്രയും ക്വാളിറ്റി ക്ലാസ്സുകൾക്ക് കിട്ടുന്നത്. കുഴപ്പമില്ല. നിങ്ങൾ പഠിക്കുന്നവർ പഠിക്കുക. അപ്പോൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളിത് ആൻസർ കമൻ്റായിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മാത്സിൻ്റെ ക്ലാസ്സുകളെല്ലാം ലൈവ് സെഷനിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ജോയിൻ ചെയ്യുന്നവർ നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളും ബാക്കി എല്ലാ ക്ലാസ്സുകളും കണ്ട് പഠിക്കുക. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.